ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹൗ വാസ് മൈ എക്സ്പീരിയൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്നാണ്. പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനല്ല, എൻ്റെ വൈഫിൻ്റെ പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെയായിരുന്നു ഞാനെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പാർട്ട്നേഴ്സ് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരുപാട് ഉപദേശങ്ങൾ തരും, ഒരുപാട് ഉപദേശങ്ങൾ തരും. പക്ഷേ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് ആൾക്കാർ നമ്മൾ ഉപദേശിക്കുമ്പോഴത്തേക്കും നമ്മളോട് പറയാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എനിക്കിവിടെ പറയണമെന്നുണ്ട്. ആസ് യു ഓൾ നോ, എൻ്റെയും എൻ്റെ പാർട്ട്ണറിൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവൻ ദോ കീപ്പിംഗ് ദാറ്റ് അസൈഡ്, ഞങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട്, കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളൊന്നും വേണ്ട, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ. അതിനെപ്പറ്റി ആ ഒരു സമയത്ത് ചിന്തിച്ചാൽ മതി. കാരണം ഒന്ന്, എൻ്റെ വൈഫ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട്, ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിളായി കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്ന് ഉള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കുട്ടീനെ ജനിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മളുടെ മാത്രം ഒരു തെറ്റ് എന്നുള്ളൊരു രീതി, ആ ഒരു ചിന്താഗതിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ പറ്റി ചിന്തിക്കാം എന്നൊരു ഇതിലായിരുന്നു ഞാനും എൻ്റെ വൈഫും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെയും വൈഫിൻ്റെയും കല്യാണം കഴിഞ്ഞൊരു 2 വീക്സ് ഗ്യാപ്പിലാണ് എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം, അതായത് ഞാനും വൈഫും ലൈക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ്, അതായത് എല്ലാവരും കൂടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ വൈഫ് ഒരു സ്റ്റണ്ട് കാണിച്ചു എന്നാണ് പറയാം. ആ ഒരു സ്റ്റണ്ടിൽ ആൾ മറിഞ്ഞ അടിവയറ് താഴത്തെ അടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട്, അപ്പോൾ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പേടി വരാൻ തുടങ്ങി. അപ്പം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, കാണാം, ഇനി എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെ കുറേ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ല, കാരണം ചിന്തിക്കുന്നില്ല ഇതിനെപ്പറ്റി, ഒന്നാമത്തെ കാര്യം. പിന്നെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ആൾ 2 ദിവസം കഴിയുമ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ആൾ ഓക്കെ ആക്കി. അത് കഴിഞ്ഞ് ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ച് പോന്നു കഴിയുമ്പോൾ ആൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഒരു പേടി. കാരണം ഇപ്പോൾ നമ്മൾ ചികിത്സിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട്, 6 വർഷം കഴിഞ്ഞ് നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേക്കും, അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് ഈ വീഴ്ച എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ആ കാണിക്കുന്ന ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പക്ഷേ ഇപ്പോൾ കുട്ടികളായേനെ എന്നുള്ള ആ ഒരു ഇത് വരും എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ എന്നൊരു കാര്യം ചെയ്യാം, നമുക്കിനി ഒരു കുട്ടിക്ക് വേണ്ടി നോക്കാം. അപ്പോൾ ഇൻ കേസ് കൺസീവ് ആവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ അതിനെപ്പറ്റി ബാക്കി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾക്കും ചെറുതായിട്ട് കുട്ടികൾ വേണം എന്നുള്ളൊരു ചിന്താഗതി വന്ന് തുടങ്ങി. ഞങ്ങൾ മെയ്യിൽ ഞാൻ നാട്ടിലെ ലീവിന് പോയി. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് സിംറ്റംസ് എല്ലാം വന്നു, ഭയങ്കര വൊമിറ്റിങ്, അങ്ങനെ ഒരുപാട് സിംറ്റംസ് എല്ലാം വന്നു. ദെൻ ഞങ്ങൾ പോയിട്ട് ആദ്യം ഞങ്ങൾ പ്രഗ്നൻസി കിറ്റിൽ നോക്കി നെഗറ്റീവായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തൊരു ക്ലിനിക്കിൽ പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തു, അപ്പോഴും നെഗറ്റീവായിരുന്നു. പിന്നെ അവർ പറഞ്ഞപ്പോൾ ഒന്ന് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്ക്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ HCG വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ HCG ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സന്തോഷിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു ശരി, ഒന്ന് ഡോക്ടറെ കണ്ടൊന്ന് കൺഫേം ചെയ്തേക്കാമെന്ന് വിചാരിച്ച് എറണാകുളത്തൊരു ഫേമസ് ഗൈനിക്കിനൊക്കെ പേരെടുത്തൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 27 വർഷത്തെ സർവീസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവരെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ 27 വർഷത്തെ സർവീസിൽ പറയുകയാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് അല്ല, ഇത് വൈഫിൻ്റെ തൈറോയിഡും PCOD എല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു ചിലപ്പോൾ അതിൻ്റെ വേരിയേഷനാണ്, എന്തായാലും ഇപ്പോൾ ആൾ പ്രഗ്നൻ്റ് അല്ല, ഒന്ന് വെയിറ്റൊക്കെ കുറച്ച്, പീരീഡ്സ് എല്ലാം ഇറഗുലറാണ്, അപ്പോൾ അതെല്ലാം ഒന്ന് റെഗുലറായി കഴിഞ്ഞാൽ മാത്രമേ ആൾ കൺസീവ് ആവൂ, അപ്പോൾ പീരീഡ്സ് ആവുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരുന്നെല്ലാം കൊടുത്തു വിട്ടു. അപ്പോൾ എൻ്റെ വൈഫ് കുറച്ച് സ്റ്റബോണായിരുന്നു, ആൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ആൾക്ക് അത്രപ്പോഴും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നു, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രമാത്രം ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും. അപ്പോൾ പിന്നെ വേണ്ട, കഴിക്കണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് പഞ്ചാബിലേക്ക്, ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പഞ്ചാബിലേക്ക് പോയി. അവിടെ ചെന്നൊരു 4 to 5 days കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് വീണ്ടും സിംറ്റംസ് കുറച്ചധികം കൂടാൻ തുടങ്ങി. അപ്പോൾ ആളുടെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളതൊരു കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റിൽ പോസിറ്റീവ് വന്നു. അപ്പോൾ ഇതിനെന്ത് മനസ്സിലാകും, ഡോക്ടർ ആൾ ശരിയല്ല. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് വന്നപ്പോൾ നമ്മളകത്ത് കൊണ്ടുപോയി കാണിച്ചു, അവിടുത്തെ ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു പോസിറ്റീവാണ്. അപ്പോൾ ജസ്റ്റ് സാക്ക് ഫോമായിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഇനിയാണ് മെയിൻ കഥ. ലവ് മാരേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അതൊന്നും കുറച്ച് പേഴ്സണൽ ആയതുകൊണ്ട് അതൊന്നും പറയാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഞാനും എൻ്റെ വൈഫ് മാത്രമേ പഞ്ചാബിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനീഷ്യൽ ഫസ്റ്റ് 3 months എനിക്ക് കിട്ടിയ ഉപദേശം ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൂഷ്യൽ പീരീഡാണ്, ശ്രദ്ധിക്കണം, ഇൻ്റർകോഴ്സ് പാടില്ല. ഒരാൾ ഉപദേശിച്ചു, അടുത്ത ആൾ ഇൻ്റർകോഴ്സ് പാടില്ല.
പിന്നത്തെ ആളും ഇൻ്റർകോഴ്സ് പാടില്ല. എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇൻ്റർകോഴ്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക്, അതായത് എൻ്റെ പാർട്ട്ണറിന് എങ്ങനെയായിരിക്കും ഫീൽ ആവുക, എങ്ങനെയായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ്, എങ്ങനെയായിരിക്കും ഇനി ആളുടെ ബിഹേവിയർ, ആളുടെ ക്യാരക്ടറിനുണ്ടാകുന്ന ചേഞ്ചസ്, ആളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഈവൻ എന്നോടും ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്കെന്തൊക്കെ ചേഞ്ചസ് വരുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ മൈൻഡ് സെറ്റ്, ഞാൻ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, ഇതൊന്നും ആരും ഒന്നും പറഞ്ഞു തരില്ല. ആര് ചോദിച്ചാലും ഇൻ്റർകോഴ്സ് അതാണ് ഹൈലൈറ്റ്. സോ ആദ്യത്തെ ഒരു മാസം ഓക്കെ, പക്ഷെ ആൾ ഭയങ്കര വീക്കായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്നുള്ള അവസ്ഥയായിരുന്നു. കാലി വയറാണെന്നുണ്ടെങ്കിൽ ആൾ ഓക്കെയാണ്, എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഉടനെ ഛർദ്ദിക്കും. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ മിക്ക ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നു, ട്രിപ്പ് ഇടുന്നു, വരുന്നു, ഇത് തന്നെയായിരുന്നു മിക്ക ദിവസവും. നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആദ്യം ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. ആകെ ഫുള്ള് ഔട്ട് ഓഫ് ഹാൻഡ് ആയിരുന്നു സിറ്റുവേഷൻ ഫുള്ള്. പിന്നെ ആളൊന്ന് ഇടയ്ക്കൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, ആളെ നോക്കുന്നു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സൈക്കിള്. കാരണം ഈ സമയത്ത് നമുക്ക് നമ്മുടെ വൈഫിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 1 ടൈം, 2 നമ്മുടെ പ്രസൻസ്, 3 കംഫർട്ട്. ഇത് 3 ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇത് 3 ഈ ടൈം പീരീഡിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ഈ ടൈം പീരീഡ് എന്ന് വെച്ചാൽ എൻറ്റയർ പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ലൈഫ് ലോങ് അവർ നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, താങ്ക്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം, അതായത് 3rd മന്ത് പകുതി കഴിയാനായി, പെട്ടെന്നൊരു ദിവസം ആൾക്ക് പെട്ടെന്ന് ഭയങ്കര പെയിൻ വന്നു. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര പെയിൻ ഉണ്ട്. ആൾ അത്യാവശ്യം നല്ല പെയിൻ സഹിച്ച് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ആളുടെ കൈവിട്ട് പോയപ്പോഴത്തേക്കും ആൾ പറഞ്ഞു എനിക്കൊന്ന് പറ്റുന്നില്ല പാട്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു ത്രെറ്റൻഡ് അബോർഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, ഒരു 3 മാസത്തോളം അറ്റ്ലീസ്റ്റ് ബെഡ് റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എലവേറ്റഡ് ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ ഒരാഴ്ച അവിടെ കിടത്തിട്ട് ഡിസ്ചാർജ് ആക്കി. നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ആൾ എലവേറ്റഡ് ബെഡ് റെസ്റ്റ് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മാക്സിമം നോക്കി. അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഒരു മാസത്തോളം ലീവ് എടുത്ത് ഞാൻ വൈഫിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഫുൾ വൈഫിൻ്റെ കാര്യങ്ങൾ ഞാനാണ് നോക്കിയിരുന്നത് വെച്ചാൽ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഉണ്ണി സാറിനോടും വൈഫ് ജാൻ ചേച്ചിനോടും. കാരണം സ്വന്തം ബ്രദറിനെ സിസ്റ്ററിനെ നോക്കുന്ന പോലെയാണ് ഞങ്ങളെ നോക്കിച്ചത്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും എപ്പോഴും ഉണ്ണി സാറും ചേച്ചിയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അശ്വിൻ, ബിനു, ഇവർ രണ്ടുപേരും ഒരു ഫോൺ കോൾ ദൂരത്തിൽ എല്ലാവരും എല്ലാ കാര്യത്തിനും അവൈലബിൾ, എല്ലാ സഹായത്തിനും അവരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ യദുൽ, എനിക്ക് ഒരിടത്തു നിന്നും കിട്ടാത്ത മോറൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടുമാണ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതും. സോ അവനോടും ലൈഫ് ലോങ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അങ്ങനെ ആ ഒരു മാസം എല്ലാം കഴിഞ്ഞ് കുറച്ച് സ്മൂത്തായിട്ട് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കോംപ്ലിക്കേഷൻസ് വന്ന് തുടങ്ങിയായിരുന്നു. ആൾക്ക് പ്ലാസൻ്റ പ്രീവിയ വന്നു, കുട്ടി പുറത്തേക്ക് വരുന്ന ഏരിയ കവറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോഴത്തേക്കും ആൾക്ക് ബ്ലീഡിങ് പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ ബ്ലീഡിങ് എല്ലാം വന്ന് തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ദില്ലിയിലൊരു RR എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ചെന്ന് ആളവിടെയും അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഡിസ്ചാർജ് ആക്കിയപ്പോൾ എന്ന് വെച്ചാൽ. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും വന്നു. അവർ അബ്രോഡാണ്, സലാലയിലായിരുന്നു. പിന്നെ അവർ വന്നു. അവരോടും ഒരുപാട് താങ്ക്ഫുൾ ഉണ്ട്. കാരണം വേറെ ഒരിടത്തുനിന്നും കിട്ടാത്തൊരു സപ്പോർട്ട് തന്നെ അവർ നമുക്ക് തന്നത്. ആ പ്രഗ്നൻസീൻ്റെ ആ ലാസ്റ്റ് ഫേസ് തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി വരെ അവളുടെ അച്ഛനും അമ്മയും ഏട്ടനും ഒഴിവാക്കാൻ പറ്റാത്തൊരു പാർട്ട് തന്നെ അവർക്കുണ്ട്. അപ്പോൾ അതിൽ ഫോർ എവർ ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈം പീരീഡിൽ എൻ്റെ വൈഫിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഹോർമോണൽ ചേഞ്ചസ്, ഇപ്പോൾ മൂഡ് സ്വിങ്സ് ഒരുപാടായിരുന്നു. പ്രഗ്നൻസിയിൽ ക്രേവിങ്സിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല എല്ലാവരും പറഞ്ഞു കൊടുക്കാറുള്ളൂ, പക്ഷേ ക്രേവിങ്സിനേക്കാൾ കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. അത് ഹാൻഡിൽ ചെയ്യാനായിരുന്നു ഏറ്റവും പാട്. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഹസ്ബൻഡ്സിൻ്റെ ഒരു എന്താ പറയുക അച്ചീവ്മെൻറ്റ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഭാര്യമാർ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ പ്രഗ്നൻസി ടൈം പീരീഡിൽ നമുക്ക് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് കുറച്ച് ടൈം സ്പെയർ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാനിപ്പോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ ഡെയിലി എൻ്റെ കുഞ്ഞായിട്ട് ഇങ്ങനെ വയറിൽ തല വെച്ചിട്ട് ഇങ്ങനെ ഡെയിലി സംസാരിക്കുമായിരുന്നു. എൻ്റെ വൈഫിന് എപ്പോഴും നല്ല രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര നല്ല രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഫുൾ ടൈം ഒരുവിധപ്പെട്ട ഡ്യൂട്ടി അവേഴ്സ് ഒഴിച്ചാൽ ബാക്കി എല്ലാ ടൈമും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര രീതിയിൽ ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. മാക്സിമം ടൈമും എൻ്റെ വൈഫിൻ്റെ കൂടെയും ഭാഗമായിട്ട് സംസാരിച്ച് തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ ആ ഒരു ടൈം കൊടുക്കാൻ പറ്റിയതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം
ബാക്കിയുള്ള ആൾക്കാരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പോലെയല്ല എന്നോട്. കാരണം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു വേറെ രീതിയിലാണ് ആൾ റിയാക്ട് ചെയ്യുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേകതരം ഒരു ഇമോഷനാണത്. അപ്പോൾ അങ്ങനെയെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈം പീരീഡിൽ തന്നെ കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഡെലിവറി വരെ ഇങ്ങനെയായിരിക്കും. ഡെലിവറി കഴിഞ്ഞ് വേറൊരു ഫേസ് ഉണ്ട്, പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ട്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാർക്കും വരും. കാരണം നമ്മൾ ഒരുപാട് അങ്ങോട്ട് വൈഫായിട്ട് പ്രഗ്നൻസി ആയിട്ട് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മുടെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും അവരുടെ ഹസ്ബൻഡിനും. നമുക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു അവർക്കൊരു 70% ഉണ്ടെങ്കിൽ നമുക്കൊരു അതിൽ നിന്നൊരു 10% എങ്കിലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതും ഹാൻഡിൽ ചെയ്യണം. കാരണം ഒരു കുഞ്ഞ് വയറ്റിൽ ഫോമായി കഴിഞ്ഞ് അവരുടെ ബെല്ലി ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കാണ് അവർ ആ സ്ത്രീകൾ ഇങ്ങനെ ആ മൈൻഡ് സെറ്റിലേക്ക് വന്നു തുടങ്ങുന്നത്. അമ്മയാവുന്ന ഒരു ബോഡി ഒരു പ്രിപ്പറേഷൻ, അവരുടെ ഹോർമോണൽ ചേഞ്ചസും എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് അവർ അമ്മയാകുന്നു എന്നൊരു ചിന്താഗതിയിലേക്ക് വരുന്നത്. പക്ഷേ ഒരാണ് അങ്ങനെയല്ല. ആ കുഞ്ഞ് തൻ്റെ ഭാര്യയുടെ വയറ്റിലുണ്ടെന്ന് അറിയുന്ന ആ ഒരു സെക്കൻഡ് തൊട്ട് ആൾ അച്ഛനായി കഴിഞ്ഞു. പിന്നെ മൈൻഡ് ഫുള്ള് അച്ഛന്മാരുടെ മൈൻഡായിരിക്കും. കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, കുഞ്ഞിനെ ഇങ്ങനെ നോക്കണം, കുഞ്ഞിനെ അങ്ങനെ നോക്കണം, ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും എപ്പോഴും. സോ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം ആസ് വെൽ ആസ് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി എല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്ത്രീകളിൽ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മൂഡ് സ്വിങ്സ് ആയിരിക്കില്ല, അതിൻ്റെ ഡബിൾ ആണ്. ഒരു എന്താ പറയുക, വേറൊരു വേർഷനായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ അവർക്ക് ഉണ്ടാവുക. കാരണം അവരെ എങ്ങനെയൊക്കെ ചിന്തിക്കും, എന്ത് ചിന്തിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അനാവശ്യമായ വഴക്കുണ്ടാക്കുകയോ അല്ല വേണ്ടത്. നമ്മൾ അവരെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, സമാധാനത്തോടെ പറയുക. നമ്മളുണ്ട് കൂടെ, പേടിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാനുണ്ട്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആളെ സമാധാനിപ്പിക്കുക. അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉണ്ടാവുള്ളൂ, അതൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ ആരുടെയും മുന്നിൽ ആളെ ഒറ്റപ്പെടുത്താതിരിക്കുക. ഏറ്റവും വലിയ കാര്യം ആളെ ഒറ്റപ്പെടുത്താതിരിക്കുക എന്ന ഒറ്റ കാര്യം മാത്രമാണ്. കാരണം ഇത്രയും നമുക്ക് വേണ്ടി സഹിച്ചിട്ട്, നമ്മുടെ കുഞ്ഞിന് വേണ്ടി സഹിച്ചിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും ആളെ ഒറ്റപ്പെടുത്തി ആളെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞില്ലല്ലോ. ഈ ഒരു ടൈം പീരീഡിൽ, ഈ എൻറ്റയർ പ്രഗ്നൻസി ടൈം പീരീഡിൽ നമ്മൾ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും ഫോർ ഷുവർ ലൈഫ് ലോങ് അവർ നിങ്ങൾ വാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്വഭാവം. കാരണം ഈ സമയത്ത് അവരെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് അവരതിനോട് പൊറുക്കില്ല, മനസ്സിൽ ഓർത്ത് തന്നെ വെച്ചിരിക്കും, ഗ്രഡ്ജ് ഉണ്ടാവും. അതിൻ്റെ മാക്സിമം സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം ഭാര്യയിൽ നിന്നും കിട്ടും, അതേപോലെ കുഞ്ഞിൽ നിന്നും കിട്ടും. അമ്മയോട് നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ സമയത്ത് അതേ രീതിയിൽ തന്നെയായിരിക്കും കുഞ്ഞ് അതിലെടുക്കുക. കാരണം അവരുടെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം വേറുള്ള കുഞ്ഞിനും അറിയാൻ പറ്റും. സോ അത് കുഞ്ഞിൻ്റെ ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണത്. കുഞ്ഞെല്ലാം ജനിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒറ്റയടിക്കൊന്നും മാറില്ല. അത് മാറാൻ ഒരുപാട് ടൈം എടുക്കും. ഒരുപാടെന്ന് വെച്ചാൽ ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം, ചിലപ്പോൾ വർഷങ്ങളെടുത്തേക്കാം, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മാറിയേക്കാം. ചില ആൾക്കാർക്ക് അത് ഉണ്ടാവത്ത് പോലുമില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര സപ്പോർട്ട് ചെയ്യുക. തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റാണെന്ന് ശകാരിച്ചുകൊണ്ടല്ല പറയേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് തെറ്റാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ വാശിപ്പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു വാശിപ്പുറത്തേ തോന്നത്തുള്ളൂ. അവരെങ്ങനെ ചിന്തിക്കുക, എന്താ ചെയ്യുകയെന്നൊന്നും പറയാൻ പറ്റില്ല. നാട്ടിലിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം മറ്റുള്ളവരോടുള്ള ദേഷ്യം കുഞ്ഞിനോട് കാണിച്ചിട്ട് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ഇടുക, കുഞ്ഞിനെ മൂടിക്കൊല്ലുക, കുഞ്ഞിൻ്റെ താഴത്തേക്ക് എറിഞ്ഞ് കൊല്ലുക, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതൊന്നും അവർ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൊണ്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ കുടുംബത്തിലോ ആരുടെ കുടുംബത്തിലും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അവർക്ക് വേണ്ട സപ്പോർട്ടും കെയറും കൊടുത്തേ പറ്റുള്ളൂ. കീപ്പിംഗ് എവറിത്തിങ്സ് അസൈഡ്, ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ പറയേണ്ടത് എൻ്റെ ഭാര്യയോട് തന്നെയാണ്. കാരണം ഞങ്ങളുടെ പ്രഗ്നൻസിയുടെ ഗ്രാഫ് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. അതായത് മൊത്തം പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങളുടെ പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം ഇത്രയും വേദനയും സഹിച്ച് എല്ലാം സഹിച്ച് എൻ്റെ കുഞ്ഞിനെ ജന്മം നൽകിയ കുഴപ്പമില്ലാതെ, ഈവൻ പ്രീം ടേം ആയാൽ പോലും സിസേറിയൻ ആയാൽ പോലും എല്ലാ പെയിനും സഹിച്ച് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. അതിനും എൻ്റെ കുട്ടിയെ ഇപ്പോഴും ഒരു കുറവും വരുത്താതെ നോക്കുന്നതിനും ഫോർ എവർ ഗ്രേറ്റ്ഫുള്ളും താങ്ക്ഫുള്ളുമാണ് ഞാൻ എൻ്റെ ഭാര്യയോട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓൾറെഡി എൻ്റെ ഭാര്യ പ്രഗ്നൻസി ടൈം പീരീഡ് എങ്ങനെയായിരുന്നു എന്നും PCOD, ത്രെറ്റൻഡ് അബോർഷൻ, ഇതിനെപ്പറ്റിയെല്ലാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി. കാരണം ആണുങ്ങളും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ.
എന്നാൽ പോലും എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഫ്രം മൈ സൈഡ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നാണെങ്കിൽ അവർക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ബെല്ലൈക്കണം പ്രസ് ചെയ്ത് എല്ലാവരും നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ